ഹലോ അസ്സലാമു അലൈക്കും. റമദാൻ മുബാരക്. അങ്ങനെ ഞാനൊരു 4 ദിവസത്തിന് ശേഷമാണ് ഇന്നിപ്പോൾ വീഡിയോ ഇടണത്. അന്ന് പുഡിങ്ങൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് പോയതേനു. പിന്നെ ഞാൻ വിചാരിച്ച് അവസാനത്തെ 10 അപ്പോൾ നമ്മൾ ഈ വീഡിയോൻ്റെ കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് ബാക്കിയുള്ളതൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടേനു കേട്ടോ വീഡിയോ ഇടാഞ്ഞ്. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ചധികം വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പെരുന്നാൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിൻ്റെ ഉപ്പ നാട്ടിലേക്ക് വരുന്ന ദിവസമാണ് കേട്ടോ. ഏകദേശം 1 വർഷമായിട്ടുണ്ട് ഇപ്പോൾ പോയിട്ട്. അപ്പോൾ ഒരു 8:45 ആയപ്പോഴാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങണത്. ഇപ്പം എൻ്റെ ഫ്ലൈറ്റ് 8:45 ലാൻഡ് ചെയ്യുന്നതിന് പറഞ്ഞിട്ടുണ്ടായത്, പക്ഷേ കുറച്ച് ലേറ്റ് ആയിനി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സമയത്താണ് ഇറങ്ങണത്. എൻ്റെ ഹിജാബ് ഹാങ്ങർ ഞാനിപ്പം ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ, പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡ്രസ്സൊന്നും അയൺ ചെയ്തിട്ടില്ലേനു. അമ്മൻ്റെതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ച്. ഇത് ഞാൻ കുറച്ച് മുന്നേ മാക്സിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് കോട്ടൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാലല്ലേ നമുക്ക് സുഖമായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഇത് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ വേഗം മാറ്റി, കുളി മാറ്റലൊക്കെ വേഗം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ എയർപോർട്ടിലേക്കാണ് പോണത്. ഇപ്പോഴും നമ്മൾ ആപ്പ് നോക്കിയ സമയത്ത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി മെല്ലെ മെല്ലെ പോയാൽ മതി. ഞങ്ങളിവിടുന്ന് ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് ഉണ്ടാവുള്ളൂ എയർപോർട്ടിലേക്ക്. അപ്പോൾ അതാ ഇറങ്ങുകയാണ്. ഇപ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഉച്ചയ്ക്ക് ഒരു 12 മണി 1 മണി സമയത്തുണ്ടാവുന്ന ആ ഒരു വെയിലുണ്ടല്ലോ, അത്രയും ചൂടാണിപ്പോൾ. പിന്നെ നമ്മളെ മുന്നിൽ ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്തുകൊണ്ട് പറയും വേണ്ട, നല്ല ചൂടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. വേറെ ആരുമില്ല, ഞാനും ഉമ്മയും അനിയനും കൂടെയാണ് പോണത്. അപ്പോൾ ദാ ചെരുപ്പൊക്കെ എടുക്കുകയാണ്. മഞ്ഞ ചെരുപ്പന്നെ എടുത്തിട്ടുണ്ട് എൻ്റെ ഡ്രസ്സിലേക്ക് മാച്ച് ചെയ്തിട്ട്. ഈ ചെരുപ്പ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കൊക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ അല്ല കേട്ടോ, ഞാൻ നമ്മൾ ഫറൂഖിന്ന് വാങ്ങിച്ചതേനു. നല്ല ക്വാളിറ്റിയുള്ള ചെരുപ്പാണ്. പിന്നെ എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയാണ്. പിന്നെ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു ബാഗ് കാണിച്ച സമയത്ത് കുറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ, ഇത് എവിടുന്നാന്നുള്ളത്. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതല്ല, എനിക്ക് ഒരു ഗിഫ്റ്റ് ചെയ്തതാണ്. റനാറ എന്ന് പറഞ്ഞിട്ടൊരു പേജിൽ നിന്നാണ് കേട്ടോ, ഇൻസ്റ്റഗ്രാം പേജാണ്. ഓരോരുത്തർ കുറേ ബാഗ്സും കീ ചെയിനും പിന്നെ ജ്വല്ലറീസും ഡ്രസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഹിബാന്നൊക്കെ എഴുതി തന്നിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും നല്ല മാച്ചും ഉണ്ട്. ഒരു കുഞ്ഞു ബാഗാണ്, നല്ല രസമാണ്. ഇപ്പം നമ്മളിതാ എയർപോർട്ടിലെത്തിയാണ് കേട്ടോ. ഒരു 9 സംതിങ് ഒക്കെ ആയപ്പോൾ ഇപ്പോൾ വിളിച്ചിരുന്നു കേട്ടോ. എന്നിട്ട് പറഞ്ഞ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ലഗേജൊക്കെ കിട്ടണം. അപ്പോൾ എന്തായാലും കുറച്ച് സമയം, ഒരു അരമണിക്കൂറിൻ്റെ അടുത്തൊക്കെ എന്തായാലും ഡിലേ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി, എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പാർക്ക് ചെയ്ത് ഇപ്പം അറൈവലിൻ്റെ സ്ഥലത്ത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ, ഇപ്പോൾ വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പം ഈ ഒരു സമയത്ത് ഒരുപാട് ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ പേരിങ്ങനെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സീറ്റ് കിട്ടിയപ്പം അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മളൊരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേനും ഉപ്പ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഞാനിപ്പോൾ ഇത് ദൂരത്തു നിന്ന് എടുത്തതാണ്. പിന്നെ ഇനി ഇതാ കാറിൽ സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് ഇനി വലിയ പരിപാടികളൊന്നുമില്ല, വേഗം തന്നെ വീട്ടിലേക്ക് പോവാം. കഴിഞ്ഞ പ്രാവശ്യം ആ കൊറോണൻ്റെ സമയത്തേനു കേട്ടോ ഉപ്പ വന്നിട്ടുണ്ടായത്. അപ്പം ഉപ്പനെ പിക്ക് ചെയ്യാൻ അനിയൻ മാത്രമേനു പോയത്. നമുക്കൊന്നും പോകാൻ പറ്റിയില്ല, കാരണം പോയി കാണുന്നുണ്ടെങ്കിൽ പിന്നെ ക്വാറൻറ്റൈൻ ഇരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അനിയൻ മാത്രം പൊളിച്ചൊക്കെയാണ് ഉപ്പ വന്നിട്ടുണ്ടായത്. അങ്ങനെ ഓ മാത്രം പോയിട്ടേനു പിക്ക് ചെയ്ത് കൊണ്ടുവന്നേ. ഇതിപ്പോൾ എൻ്റെ അമ്മൻ്റെ വീടാണ്, ചെറിയ അമ്മേൻ്റെ വീട്. വല്യമ്മനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ തന്നെ വല്യമ്മനെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച്. കാരണം നമ്മൾ പോണ വഴിക്ക് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ് അമ്മൻ്റെ വീടും ഉപ്പൻ്റെ വീടും. അങ്ങനെ വല്യമ്മനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്. ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ, അതായത് ഇന്നലേനു ഇപ്പോൾ വന്നിട്ടുണ്ടായത്. അപ്പോൾ ഫ്രൈഡേ അല്ലേ, പള്ളിയുള്ള ദിവസമല്ലേ. അതിനപ്പൊക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് അതിന് ശേഷം പള്ളിയിൽ പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ വേഗം പിന്നെ വേറെ എങ്ങോട്ടൊന്നും കയറാനൊന്നും നിന്നില്ല, വേറെ ആരും കാണാനൊന്നും പോയില്ല. വേഗം തന്നെ വീട്ടിലേക്ക് വന്ന് ഇനി ഈ ലഗേജൊക്കെ ഉള്ളിലേക്ക് കയറ്റി വെക്കണം. പിന്നെ ഇപ്പം നമ്മൾ കുറേ ദിവസം വീഡിയോ എടുക്കാത്തതുകൊണ്ട് ഞാനിന്ന് എന്തായാലും ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പോൾ വരുന്നതും അല്ലേ. അപ്പം ഒരു പുഡിങ്ങാണ് കേട്ടോ ഇപ്പോൾ ചെയ്യണത്. നല്ല ഈസി ആയിട്ടുള്ള പുഡിങ്ങാണ്. ഇത് ഞാൻ ഇതിന് മുന്നേയും കാണിച്ചിട്ടുണ്ട്, പക്ഷേ വേറൊരു ഫ്ലേവറിലേനു അത് ചെയ്തത്. ഇന്നിപ്പം സ്ട്രോബെറിൻ്റെ ഫ്ലേവറാണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് വിപ്പ് ചെയ്ത് വെക്കുകയാണ്. നല്ലോണം ബീറ്റ് ചെയ്ത് സ്റ്റിഫ് പീക്സ് ആക്കി വെക്കുന്നുണ്ട്. പെരുന്നാൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈസി ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. നമുക്കങ്ങനെ അധിക സമയമൊന്നും വേണ്ട, പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി. പിന്നെ ഞാനൊരു ബൗളിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനൊന്നും വലിയ കണക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ളത്ര ചേർത്ത് കൊടുക്കുക. പിന്നെ ക്രീമാണ് ചേർക്കുന്നത്. അത് ഇപ്രാവശ്യം വാങ്ങിയത് കുക്കിംഗ് ക്രീം ആയിപ്പോയി. നിങ്ങൾ ചേർക്കുമ്പോൾ ഫ്രഷ് ക്രീം ചേർക്കുക കേട്ടോ.
പിന്നെ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുകയാണ്. കണ്ടൻസ് മിൽക്കിന് മധുരം ഇല്ലയെന്നുണ്ടെങ്കിൽ, അതായത് ഇനിയും മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3-4 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ അതാ സ്ട്രോബെറിൻ്റെ ഈ ടൈഗറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇതിപ്പം സ്ട്രോബെറിക്ക് പകരമായിട്ട് വേണമെങ്കിൽ മാംഗോൻ്റെതും പിസ്തൻ്റെതും ഒക്കെ ചേർക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്, മേലെ ഗാർണിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 1-2 വർഷം മുന്നേ ചെയ്തിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അത്. അന്ന് ഞാൻ റോസ് സിറപ്പ് വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായത്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പം റോസ് സിറപ്പ് എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല, അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ സ്ട്രോബെറിൻ്റെ മിക്സ് വെച്ചിട്ട് കാണിക്കുന്നത്. പിന്നെ ബ്രെഡ് വേണം. ബ്രെഡ് ഒരു 4-5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു കുഞ്ഞ് പാത്രത്തിലാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഒരു 5-6 സ്ലൈസ് ബ്രെഡ് മതി എനിക്ക്. നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യണതെന്ന് വെച്ചാൽ അത്രയും ബ്രെഡിൻ്റെ ആവശ്യം ഉണ്ടാവും. 2 ലെയറായിട്ടാണ് ചെയ്യണത്. ഈ ഒരു പാത്രത്തിലാണ് ഇപ്പോൾ ഞാനിത് സെറ്റ് ചെയ്തെടുക്കാൻ പോണത്. അപ്പം ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 നല്ലപോലെ വെച്ച്, പിന്നെ ഒരെണ്ണം പീസാക്കിയിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് 2 ലെയറാക്കി അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, പാലിൻ്റെ മിക്സ്, അത് ഇതിൻ്റെ മേലേക്കായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതിലിനി പാല് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് നട്ട്സും കൂടെ ഇട്ടിട്ടുണ്ട്. നേരത്തെ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലേക്കായിട്ട് വെച്ച് കൊടുക്കാം. ഇത്ര പണിയുള്ളൂ. ഇനി ഇത് ലെവൽ ചെയ്തിട്ട് കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞ്. നല്ല ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. ശരിക്കും നമ്മൾ കേക്കൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ നട്ട്സൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേര് ശരിക്കും റോസ് മിൽക്ക് പുഡിംഗ് എന്നാണ്. അത് നമുക്ക് വേണമെങ്കിൽ സ്ട്രോബെറി മിൽക്ക് പുഡിംഗ് എന്നാക്കാം. പിന്നെ ഞാനിതാ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ട്രോബെറിൻ്റെ എസൻസ് ഉണ്ടല്ലോ, അതിങ്ങനെ മേലെ വെച്ചിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടോ. ശരിക്കും അത് വേണ്ടില്ലേനോ, കാണാൻ വലിയ ലുക്കൊന്നുമില്ല. അങ്ങനെ അത് ഞാൻ സെറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിക്ക് വെച്ചപ്പോഴത്തേനും അനീസ്ക എത്തിയിട്ടുണ്ട്. അനീസ്ക എയർപോർട്ടിൽ പോകാനൊന്നും വന്നിട്ടില്ലേനോ, തിരക്കായതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഉപ്പനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അനീസ്ക്ക് അങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് റോട്ടിൽ വെച്ചിട്ട് അയിനിഞ്ചക്ക വെക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം നമ്മൾ പറമ്പിലൊക്കെ കിട്ടുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, പറമ്പിലൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നതാണല്ലോ അയിനിഞ്ചക്ക. ഞങ്ങളവിടെ അയിനിഞ്ചക്ക എന്നാണ് ഇതിന് പറയൽ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണ്. പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയ എന്ന് തന്നെ പറയാം. നമ്മളിങ്ങനെ പറമ്പിലൊക്കെ ചെറിയ മക്കളായിട്ട് ഇങ്ങനെ കളിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നല്ല പഴുത്തിട്ടുണ്ടാവും, പഴുത്തതാണല്ലോ വീഴുക. അങ്ങനെ അത് ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടേനു. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ പറമ്പുണ്ട്, അവിടെയും കയറി അങ്ങനെ ഒരു പഴക്കൊലയും കിട്ടിയിട്ടുണ്ട്. പച്ചയാണ്. ഇപ്പം ഞാൻ അത് പഴുപ്പിക്കാനായിട്ട് വെക്കണം. അങ്ങനെ അതും എടുത്തിട്ട് അനീസ് സ്കൂളിലേക്ക് കൊണ്ടുവന്ന് വെച്ചാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട്. ഇനി ഇഫ്താറിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഒരു പിസ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. നമ്മളെ ബ്രെഡ് പിസ്സ ഉണ്ടല്ലോ, അത് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇന്നലെയും പിസ്സ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ മുറിച്ചത് ബാക്കിയുണ്ട്. അങ്ങനെ ഉള്ളിയും ക്യാപ്സിക്കും പിന്നെ തക്കാളിയും അത്രയാണ് ഇപ്പം ഞാൻ വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ചിക്കനും കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. ഉപ്പൊക്കെ അങ്ങനെ ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുള്ള സാധനങ്ങളൊന്നും വലിയ താല്പര്യമില്ല. ആൾ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ബേക്ക് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഐറ്റംസൊക്കെയാണ് കുറച്ചും കൂടെ താല്പര്യം. അപ്പോൾ ഞാൻ അതന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ ചിക്കൻ ഇപ്പം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് പൊരിച്ചെടുക്കാനുണ്ട്. അതിൻ്റെ മുന്നേ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. ബ്രെഡ് പിസ്സ അല്ലേ ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ കുബൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുബൂസിലാണ് ഞാൻ പിസ്സ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും ആ പിസ്സൻ്റെ ബേസ് പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം കുബൂസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ബ്രെഡിൽ ചെയ്താലും നല്ല രസം തന്നെ. ഇനിയിപ്പം ഞാൻ ചിക്കൻ അങ്ങനെ കായം തേച്ച് വെക്കണമൊന്നുമില്ല, നേരിട്ട് പൊരിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ചിക്കൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തേന്. പിന്നെ ഇതിലേക്ക് സോയ് സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും ഇത്ര ഇട്ടിട്ടുള്ള ഒരു സിമ്പിളായിട്ട് നമ്മൾ ചില്ലി ചിക്കനിലേക്കൊക്കെ ചെയ്യൂലേ, ആ ഒരു രീതിക്കാണ് ഇത് പൊരിച്ചെടുക്കണേ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും സോസസ് ടൊമാറ്റോ സോസും ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കാം. അപ്പോഴേക്കിനും ഇതാ പുഡിങ് റെഡി ആയിട്ടുണ്ട്. പുഡിങ് ഞാനൊരു 1-2 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിന്. എന്നിട്ട് അത് ഇനിയിപ്പോൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചാണ്. ഞാനിത് ശരിക്കും ഒറ്റ റെസിപ്പി ആയിട്ട് ഇടാന്നേനോ വിചാരിച്ചിനത്. പിന്നെ ഇനിയിപ്പോൾ സമയമില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു വ്ളോഗിൻ്റെ കൂടെ തന്നെ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ആ റെസിപ്പിൻ്റെ സ്റ്റൈലിലാണ് കേട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ വ്ളോഗ് എടുക്കുമ്പോൾ എല്ലാം കാണിക്കുമല്ലോ, ഇതിപ്പോൾ ഞാൻ ആ റെസിപ്പി മാത്രം അങ്ങനെ ഷൂട്ട് ചെയ്തതേനു.
അങ്ങനെ അത് റെഡിയാക്കി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇത് ബ്രെഡ് പിസക്ക് വേണ്ടിയിട്ട് 6 സ്ലൈസ് ബ്രെഡിലാണ് ഞാനിത് ചെയ്യണത്. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ ബേസായിട്ട് കൊടുത്തിട്ടുള്ള, പിസ്സ സോസ് ഒന്നല്ല. ഈ കെച്ചപ്പ് ഇട്ടാൽ തന്നെ നമുക്ക് ആ ഒരു പിസ്സൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ റെഡിയാക്കി വെച്ചതിന് പിന്നെ ചീസ് ഇട്ട് പിന്നെ ഉള്ളി മുറിച്ചത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കും ചിക്കനും തക്കാളിയും ഒക്കെ ഇങ്ങനെ മേലെ വെച്ചാണ്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചീസും കൂടെ ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഈ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ എന്താ പറയുക നമ്മളെ പിസ്സ ചീസൊന്ന് മെൽറ്റാക്കി എടുക്കണത്. ഇനിയിപ്പം ഇങ്ങനത്തെ പാത്രത്തിൽ വെച്ച് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പം താഴ്ഭാഗത്ത് കട്ടിയില്ലാത്ത പാത്രമാണെന്നുണ്ടെങ്കിൽ ഈ ബ്രെഡിൻ്റെ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു തട്ട് വെച്ചിട്ട് അങ്ങനെ ചെയ്യണതാവും കേട്ടോ നന്നാവുക. പിന്നെ ഇത് അമ്മ പത്തിരി ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അടിയിൽ തട്ട് വെച്ചുകൊണ്ട് തന്നെ സംഭവം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് വന്നേണ്, എന്നാൽ അടിഭാഗം കരിഞ്ഞു പോയിട്ടില്ല. ഇതിന് മുന്നേ ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത സമയത്ത് കരിഞ്ഞു പോയിന് കേട്ടോ. അപ്പം ഇതാണ് കാര്യം, അടിയിൽ തട്ട് വെച്ച് കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല. നല്ല രസമുണ്ട് ഇനി ആ ഒരു ചീസ് പുള്ള് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്ന് ജ്യൂസായിട്ട് വത്തക്കയാണ് ജ്യൂസ് അടിക്കുന്നത്. വത്തക്കയും പാലും ഒക്കെ കൂടെ ഇട്ടിട്ടുള്ള നമ്മളെ മുഹബത്ത് കാ സർബത്തിൻ്റെ വേറൊരു വേർഷൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പം ബാങ്ക് കൊടുക്കാൻ അയക്കുന്നത്, അപ്പം നമ്മൾ ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി വെക്കുകയാണ്. ജ്യൂസൊക്കെ അനിയനാണ് കേട്ടോ അടിച്ചത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇനി ടേബിൾ റെഡിയാക്കുന്നുണ്ട്. ഫ്രൂട്ട്സും പിന്നെ പത്തിരിയും ഒക്കെ കൊണ്ടുവച്ചാണ്. ഞാൻ പറയില്ലേ നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത്, മീൻസ് പത്തിരിയും ഒക്കെ ഈ ഒരു സമയത്ത് തന്നെയാണ് കഴിക്കൽ. അപ്പോൾ കറിയും എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. പിന്നെ അനിയനക്ക് ഇന്ന് ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞിട്ട് ഓൻ വരുന്ന സമയത്ത് അതും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതാ ടേബിൾ മേൽ റെഡിയാക്കി വെച്ചിന്. ഇപ്പം നമ്മളെ റിലേറ്റീവ്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയതേനു കേട്ടോ. അങ്ങനെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പിസ്സ ആക്കിയതൊക്കെ ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാങ്ക് കൊടുത്ത് അൽഹംദുലില്ലാ നമ്മൾ നല്ല റാഹത്തായിട്ട് തന്നെ നോമ്പ് തുറക്കുകയാണ്. ബ്രെഡ് പിസ്സ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. ഞാനിതിന് മുന്നേയും ഇതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, അടിപൊളിയാണ്. പിന്നെ ഇതാ പത്തിരി കഴിക്കുകയാണ്. പത്തിരിക്ക് നമ്മ മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ഇറച്ചിനേക്കാളും അങ്ങനത്തേനേക്കാളൊക്കെ കൂടുതൽ ഇഷ്ടം ഇതുപോലത്തെ മുട്ടക്കറി അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പോൾ മുട്ടക്കറിയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ പെട്ടി പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. ഇത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. ചെറുപ്പം മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ പെട്ടി പൊട്ടിക്കാനുള്ള ആ ഒരു സംഭവം. ഞാനിങ്ങനെ ചെറിയ കുട്ടി ആയിരുന്ന സമയത്ത് ഇപ്പോൾ വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അധികം കളർ പെൻസിൽസൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. അവിടുത്തെ കളർ പെൻസിൽസ് ഫീബർ കാസിലിൻ്റെയും പിന്നെ റോക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ കളർ പെൻസിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അതൊക്കെയാണ് കൊണ്ടുവരാൻ പറയുക. പിന്നെ കുറച്ച് വലുതായപ്പം ഈ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ പറയാൻ തുടങ്ങിയ കൺമഷി പിന്നെ ജ്വല്ലറികൾ മാല അങ്ങനത്തെയൊക്കെ വേണമെന്ന് പറയും. ഇപ്പോൾ പിന്നെ ചോക്ലേറ്റ്സ് ആണ്, എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും ചോക്ലേറ്റ്സ് വേണമെന്നാണ് പറയൽ. പിന്നെ ഇപ്പം നമുക്ക് ഗൾഫിൽ കിട്ടുന്ന എന്തും നാട്ടിൽ കിട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ. നമ്മൾ കോഴിക്കോട് തന്നെ നെസ്റ്റോ ഉണ്ട്, അതുകൊണ്ട് എല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പം ചോക്ലേറ്റ്സാണ് ഇപ്പോൾ കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇപ്പൻ്റെ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ അതും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സൈഡിൽ കൂടെ ഇങ്ങനെ ചോക്ലേറ്റ്സൊക്കെ പൊട്ടിച്ച് കഴിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ബോക്സിൽ അധികം ഇപ്പൻ്റെ ഐറ്റംസേനു ഉണ്ടായിരുന്നത്, ഈ ടൂൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു. അപ്പോൾ അതാ ഇത്രയൊക്കെയാണ് നമ്മൾ പെട്ടി പൊട്ടിച്ചപ്പം ഉള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഒരു സിമ്പിൾ വീഡിയോ ആയിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇനി നാളെ നമ്മുടെ പെരുന്നാൾ പ്രിപ്പറേഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്